ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരിയുമുണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തെങ്കിൽ ഇരുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. യേശു തൻ്റെ 2 കൂട്ടുകാരികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു തിരുവചനം. സഹോദരിമാരായ മർത്തയും മറിയവും. മർത്തയാണ് മൂത്ത സഹോദരി, ആ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ നിറവേറ്റുന്നവൾ, ആ ഭവനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തൻ്റെ ചുമലിൽ വഹിക്കുന്നവൾ. അതുകൊണ്ട് തന്നെ യേശുവിനെ സ്വഭവനത്തിലേക്ക് തൻ്റെ എളിയ സഹോദരി മറിയവും സഹോദരൻ ലാസറുമുള്ള ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന മൂത്ത സഹോദരി. ആ ഭവനത്തിലുള്ളവർക്കും യേശുവിനും വളരെ സന്തോഷത്തിൻ്റെ സമയം. കാരണം യേശുവിനറിയാം, തൻ്റെ മരണത്തിനും ഒരാഴ്ച മുൻപ് തനിക്ക് മരണത്തിന്മേലും അധികാരമുണ്ട് എന്ന് ലോകം മനസ്സിലാക്കുവാൻ പോകുന്നത് ഈ ഭവനത്തിലെ എളിയ സഹോദരനായ ലാസറിലൂടെയാണ് എന്നുള്ളത്. ആ ഭവനത്തിലുള്ളവർക്കും വളരെ സന്തോഷത്തിൻ്റെ സമയം. അവർക്കിപ്പോഴും അതിശയമാണ്. കാരണം വലിയ ജനാവലി അനുഗമിക്കുന്ന ഒരു സെലിബ്രിറ്റി, അനേകം അത്ഭുതങ്ങൾ, തൻ്റെ പിതാവാം ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്നേഹനിധിയായ പിതാവാം ദൈവത്തെപ്പറ്റി വളരെ സ്പഷ്ടമായും ലളിതമായും തങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന, ജ്ഞാനത്തിലും അറിവിലും സ്നേഹത്തിലും കരുണയിലും അതിസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ. യേശു എന്ന ഏകദേശം 30 വയസ്സ് മാത്രം പ്രായമുള്ള വലിയ ഗുരു. ആ ഗുരു തങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനുള്ള മനസ്സ് കാണിച്ചതിൽ അതിയായി സന്തോഷിക്കുന്ന സഹോദരിമാരും സഹോദരനും. ഇവിടെ മറിയം എന്ന സഹോദരിയുടെ ഒരു പ്രത്യേകത സുവിശേഷകൻ വരച്ചു കാട്ടുകയാണ്. വീട്ടിലെ അതിഥികളെ സ്വീകരിക്കുവാനുള്ള ബദ്ധപ്പാടിൽ കഷ്ടപ്പെടുന്ന മൂത്ത സഹോദരിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാനുള്ള മനസ്സോ താല്പര്യമോ കാണിക്കാതെ യേശുവിൻ്റെ മുന്നിൽ അവനിൽ നിന്നും വരുന്ന വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന മറിയം. ഒരുപക്ഷെ മറിയത്തിൻ്റെ നിഷ്കളങ്കതയും ആ വീട്ടിൽ ചെറിയ സഹോദരിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യവുമായിരിക്കാം തൻ്റെ മൂത്ത സഹോദരിയെ സഹായിക്കണം എന്ന ചിന്ത പോലും മനസ്സിലേക്ക് വരാതെ യേശുവിനെ കേൾക്കുവാനായി മറിയത്തെ പിടിച്ചിരുത്തിയത്. ജീവിതത്തിൽ വളരെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ പാദത്തെങ്കിലിരുന്ന് അവൻ്റെ വചനങ്ങൾ കേട്ട് അതിൽ സന്തോഷവും ആശ്വാസവും കണ്ടെത്തുവാൻ സാധിക്കുന്ന, പ്രാർത്ഥനയോടും ദൈവവചന വായനയിലും ധ്യാനത്തിലും ദൈവവുമായി എന്നും സംസാരിക്കുവാൻ സാധിക്കുന്ന, സമ്പർക്കത്തിലായിരിക്കുവാനുള്ള താഴ്മയും മനസ്സും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ദൈവം തന്നതാണ് നമ്മുടെ ജീവിത വിജയങ്ങളും അതിലെ എല്ലാ തിരക്കുകളും. അതിൽ അഹങ്കരിക്കാതെ, എന്നാൽ ചിലപ്പോഴെല്ലാം ജീവിത സാഹചര്യങ്ങളിൽ വന്നു ചേരുന്ന പരാജയങ്ങളും ജീവിതം തരുന്ന സഹനങ്ങളും അതിൽ തളരാതെ പരിഭവപ്പെടാതെ ജീവിത വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും നടുവിൽ ദിവസവും കുറച്ചു സമയമെങ്കിലും കർത്താവിൻ്റെ പാദത്തെങ്കിൽ ഇരിക്കുവാൻ, കർത്താവിൽ നിന്നും ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ധാരാളം പ്രാപിക്കുവാനും, ആ കർത്താവ് എന്നും നമ്മുടെ കൂടെ ഇരിക്കുവാനായി ആക്കിത്തന്ന പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് കൂടി ഇരുന്ന് നമുക്ക് തരുന്ന ജ്ഞാനവും അറിവും കാര്യങ്ങൾ ഭംഗിയായി കൃത്യതയോടെ ചെയ്യുവാനുള്ള കഴിവും നാം ഓരോരുത്തർക്കും എന്നും എപ്പോഴും ലഭിക്കുവാൻ, യേശുവിൻ്റെ തൃപ്പാദങ്ങളിൽ ഇരിക്കുവാനുള്ള നല്ല ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.